നമസ്കാരം. താരിഫ് നിരക്ക് വർദ്ധിപ്പിച്ച് ടെലികോം കമ്പനികൾ രംഗത്തെത്തിയതോടെ സിം മാറ്റാനും പോർട്ടൽ ചെയ്യാനുമൊക്കെയുള്ള തിടുക്കത്തിലാണ് ഉപഭോക്താക്കൾ. 100ഉം 200ഉം കൊടുത്ത് റീചാർജ് ചെയ്യുന്ന സ്ഥലത്തേക്ക് 300ഉം 400ഉം കൊടുക്കാൻ വരെ തയ്യാറല്ല എന്നത് തന്നെയാണ് ഇങ്ങനെ സിം മാറ്റാനുള്ളതും പോർട്ടൽ ചെയ്യാനുമായിട്ട് ഉപഭോക്താക്കൾ തീരുമാനമെടുക്കാൻ കാരണം. ഉപഭോക്താക്കൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഇയർലി പ്ലാൻ അതേ രീതിയിൽ തുടരുമെന്നും അത് വലിയൊരു ആശ്വാസമാകുമെന്നും ഒക്കെ കമ്പനികൾ പറയുന്നുണ്ടെങ്കിലും അതിൽ തൃപ്തരല്ലാതെ സിം മാറ്റാനാണ് പലരും ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപഭോക്താക്കൾക്ക് കുറച്ച് ആശ്വാസമാകുന്ന ഓഫറുകൾ ഒരുക്കി രംഗത്തേക്ക് എത്തുകയാണ് സർക്കാർ ടെലികോം കമ്പനിയായിട്ടുള്ള BSNL. ടെലികോം ഉപഭോക്താക്കൾക്ക് ഇരുട്ടടി സമ്മാനിച്ച് ജിയോയും എയർടെലും വോഡഫോൺ ഐഡിയയും താരിഫ് നിരക്കുകൾ വർദ്ധിച്ചപ്പോൾ അതിനൊരു പരിഹാരം എന്നോണമായി ജനങ്ങൾക്ക് ഒരു ആശ്വാസമായി BSNLന്റെ പുത്തൻ പ്ലാനുകൾ ഇപ്പോൾ വളരെയധികം ചർച്ചയാകുകയാണ്. സ്വകാര്യ മൊബൈൽ ഫോൺ സേവനദാതാക്കൾ 25% വരെ താരിഫ് നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള BSNL ചെറിയ തുകയുടെ മെച്ചപ്പെട്ട പ്ലാനാണ് അവതരിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്കിടയിലേക്ക് ആകർഷിക്കുന്നത്. ജിയോ, എയർടെൽ, VI എന്നിവയുടെ താരിഫ് വർധന ജൂലൈ 3-4 തീയതികളിൽ രാജ്യത്ത് നിലവിൽ വരികയുണ്ടായി. ഇതോടെ മൊബൈൽ റീചാർജിംഗ് ലക്ഷങ്ങൾ കണക്കിന് സാധാരണക്കാരായ ഉപഭോക്താക്കളാണ് ദുരിതത്തിലായിരുന്നത്. 2 സിം കാർഡുകൾ ഉപയോഗിക്കുന്നവർ കൂടുതൽ പ്രതിസന്ധിയിലാകുകയും ചെയ്തു. എന്നാൽ പൊതുമേഖലാ കമ്പനിയായ BSNL ഇപ്പോഴും പഴയ നിരക്കിൽ തന്നെ മൊബൈൽ റീചാർജ് പ്ലാനുകൾ തുടരുന്നു എന്നതാണ് റിപ്പോർട്ട്. നിരക്ക് വർദ്ധിപ്പിച്ച ശേഷമുള്ള ജിയോ, എയർടെൽ, V പ്ലാനുകളേക്കാൾ എന്തുകൊണ്ടും സാമ്പത്തികമായിട്ടുള്ള ഗുണകരമുള്ള ഒരു പ്ലാൻ തന്നെയാണ് BSNL ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഈ റീചാർജ് പ്ലാനുകൾ ഉപഭോക്താക്കളെ കാര്യമായി ആകർഷിക്കുന്നുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ, കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ താരിഫ് വർധനവിന് പിന്നാലെ BSNL പുതിയൊരു റീചാർജ് പ്ലാൻ വരെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നത് വലിയ രീതിയിൽ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. 249 രൂപയ്ക്ക് 45 ദിവസത്തേക്ക് ഇന്ത്യയിൽ എവിടെയും ഏതൊരു നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് കോളും ആകെ 90 GB ഡാറ്റയും ദിവസം 2 GB. ഈ പാക്കേജിലാണ് BSNL ഒരു പാക്ക് അനുവദിക്കുന്നത്. ഇതിനൊപ്പം ദിവസവും 100 സൗജന്യ SMS ഇവിടെ ലഭ്യമാകുന്നുണ്ട്. അതേസമയം 249 രൂപ മുടക്കി എയർടെലിൽ 28 ദിവസത്തേക്ക് 1 GB ഡാറ്റ മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ രാജ്യത്തിന്റെ മിക്കയിടത്തും സർവീസ് ലഭ്യമാണെങ്കിലും BSNLന് 4G കണക്ടിവിറ്റി കുറവാണ് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നിന്ന് പലരും പിന്നോട്ട് നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും റീചാർജ് ചെയ്യുന്ന തുക കണക്കിലെടുത്തുകൊണ്ട് BSNL കുറച്ച് ആശ്വാസമാണ് എന്ന രീതിയിൽ പലരും BSNLലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.